അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ കപ്പയും ഇറച്ചിയും വെച്ചിട്ട് നമുക്ക് വൈകുന്നേരത്തെ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വടയാണ് തയ്യാറാക്കുന്നത്. കപ്പയും കൂടെ ചിക്കനോ ബീഫോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കപ്പ ഇറച്ചി വട നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിത് തയ്യാറാക്കാൻ വേണ്ടി ഏകദേശം ഒരു 3/4 കിലോളം വരുന്ന ഒരു കപ്പ എടുത്തിട്ടുണ്ട്. ഇനി കപ്പ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ സാധാരണ കപ്പ വേവിച്ചെടുക്കുന്ന പോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ കപ്പ കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ കപ്പ നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്ത ശേഷം കുറച്ച് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കപ്പയുടെ കുറച്ച് മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. എനിക്കൊരു 3 വിസിൽ കൊണ്ട് ഈ കപ്പ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കുക്കറിലല്ലെങ്കിൽ സാധാരണ ഒരു പാത്രത്തിലിട്ട് മൂടി വെച്ച് വേവിച്ചാലും മതി. നമുക്കിത് നന്നായിട്ട് ഉടച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഊറ്റിയെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ കപ്പ ഊറ്റിയെടുത്ത ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് കഷ്ണങ്ങളൊന്നുമില്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കാം. നമ്മൾ ഈ കട്ലറ്റൊക്കെ തയ്യാറാക്കാൻ വേണ്ടി ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കുന്ന പോലെ ഉടച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ കപ്പ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരു കപ്പ് കപ്പ നമുക്ക് മാറ്റി വെക്കാം. ഇതിന് നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ കപ്പ നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് വേണം ഒരു കപ്പ് നമുക്ക് മാറ്റി വെക്കാൻ. ബാക്കിയുള്ള ഈ കപ്പയിലേക്ക് ഇനി ഒരു 3-4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് അരിപ്പൊടിയാണ്. അരിപ്പൊടി വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു 1/2 കപ്പ് അരിപ്പൊടി നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. പിന്നെ കുഴച്ച് നോക്കിയിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മളിതിലേക്ക് അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് കുറച്ചും കൂടെ ഉപ്പ് ചേർക്കേണ്ടി വരും. ഞാനിപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വേണ്ട അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്ക് ഫില്ലിങ്ങിന് വേണ്ട മസാല തയ്യാറാക്കാം. അപ്പോൾ മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പാന് ചൂടാക്കി എടുത്ത ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സവാള വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് ഈ ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് നല്ല മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി ഈ മസാലപ്പൊടികളുടെ മണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഈ മസാലപ്പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കനോ ബീഫോ ഏതാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചിക്കനാണ് ചേർക്കുന്നത്. ചിക്കൻ കുറച്ച് ഉപ്പും മഞ്ഞളും കുരുമുളകും ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ട് എല്ലൊക്കെ കളഞ്ഞ ശേഷം മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ബീഫാണെങ്കിലും ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ചെടുത്തിട്ട് മിക്സിയിലിട്ടിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ചിക്കനെല്ലാം ഇതിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പുഴുങ്ങി ഉടച്ച് മാറ്റി വെച്ചിട്ടുള്ള കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉടച്ച് മാറ്റി വെച്ചിട്ടുള്ള കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കപ്പയും ചിക്കനും മസാലയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഉപ്പും മുളകും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം.
ഈ മസാല ഒന്ന് ചൂടാറി വന്ന ശേഷം നമുക്ക് വട തയ്യാറാക്കാം. ഇനി നമുക്ക് കയ്യിലൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി കയ്യിൽ കുറച്ച് ഓയിലാക്കി കൊടുത്ത ശേഷം നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള അരിപ്പൊടിയും കപ്പയും ചേർത്തുള്ള ഈ മിക്സ് നിന്ന് ഇതുപോലെ കുറച്ച് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്ത ശേഷം പിന്നെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ മസാല നന്നായിട്ടൊന്ന് ചൂടാറിയ ശേഷം അതിൽ നിന്ന് ഇതുപോലെ ചെറിയൊരു ഉരുള എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ട് ഇതിൻ്റെ നടുക്കായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മാവ് എടുത്തിട്ടുള്ള അത്രയും മസാല എടുക്കണ്ട കേട്ടോ, കുറച്ച് മസാല മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത ശേഷം ഇതിൻ്റെ നടുക്കായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് ഈ മാവ് വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. മസാല ഉള്ളിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ നമുക്കിത് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു വടയുടെ ഷേപ്പിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്ത ശേഷം നടുക്കായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ വിരലിൽ കുറച്ച് ഓയിലാക്കി കൊടുത്ത ശേഷം നടുക്കായിട്ട് ഇതുപോലെ ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കാം. രണ്ട് സൈഡിലും ഇതുപോലെ ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ശരിയാക്കി വെച്ച് കൊടുത്താൽ നമ്മുടെ ഒരു വട ഫ്രൈ ചെയ്തെടുക്കാൻ റെഡിയായി. അപ്പോൾ ഇതേ രീതിയിൽ ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി വെക്കാം. ഞാനിപ്പോൾ എല്ലാം ഇതുപോലെ ഉഴുന്ന് വടയുടെ ഷേപ്പിൽ തന്നെയാണ് ആക്കി വെച്ചിട്ടുള്ളത്. ഇതുപോലെ നടുക്ക് ഹോൾ ഇട്ട് കൊടുക്കാതെയും തയ്യാറാക്കാം. ഇതിനുള്ളിൽ അധികം വേവാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹോൾ ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാന് ചൂടാക്കിയ ശേഷം ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് മുങ്ങിക്കിടക്കാൻ മാത്രം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഓയിൽ നന്നായിട്ട് ചൂടായി വന്ന ശേഷം ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഏകദേശമൊക്കെ ഒന്ന് മൊരിഞ്ഞ് ഒന്ന് കളറ് മാറി തുടങ്ങിയാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് 2-3 പ്രാവശ്യമായിട്ട് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കപ്പ ഇറച്ചി വട നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കപ്പ ഇറച്ചി വട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ, നല്ല ചൂട് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ അതുപോലെ നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.